ഹായ് ഹലോ, ദേവൂസ് തെച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ റംബൂട്ടാൻ്റെ സമയമല്ലേ, അപ്പം നമുക്ക് ഈ പഴുത്ത റംബൂട്ടാൻ കൊണ്ട് അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് ഇത് മധുരമൊക്കെ ആയതുകൊണ്ട് കൊള്ളത്തില്ലായിരിക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ സംഭവം പുളിയാണ്. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് റംബൂട്ടാൻ അച്ചാറിടുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ പഴുത്ത റംബൂട്ടാൻ അതിൻ്റെ തോടെല്ലാം ഒക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ റംബൂട്ടാൻ്റെ തോടെല്ലാം കളഞ്ഞ് അതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി ആവശ്യത്തിനിടുന്നുണ്ട്. ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് അവിടെ ഇരുന്ന് ഉപ്പും മുളകൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉലുവയും കടുവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവയും കടുവും എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴന്നു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം റംബൂട്ടാനിൽ വെള്ളം ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ അച്ചാർ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ റംബൂട്ടാൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ചെറിയ ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ. കൂടാതെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.